ஆடவே கூடாது வாழ்க்கையில அப்படின்னு சொல்லும் போது நான் டோர் ஓபன் பண்ணி பாரு, இவரு தான் பாடுறாரு அப்படின்னு சொன்னாங்க. വിശാൽ സർ, ഓക്കെ, വിശാലിന്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് അദ്ദേഹം വന്നപ്പോൾ ഒരു വയസ്സായ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പോലെ കൈ ഇങ്ങനെയൊക്കെ വിറയ്ക്കുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാലും അദ്ദേഹം ആ ഒരു പ്രൊമോഷൻ വന്നിരിക്കുകയാണ്. നടക്കുമ്പോൾ കൂടെ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന് അവിടെ കൊണ്ട് ഇരുത്താൻ. എന്തു സംഭവിച്ചു എന്നുള്ളത് സിനിമാ ലോകം എന്നല്ല എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അയ്യോ, ഇയാൾക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളത്. അങ്ങനെ ഞാനിത് അന്വേഷിച്ച് കുറെ യൂട്യൂബിലും മറ്റിടത്തൊക്കെ തിരഞ്ഞൊക്കെ മനസ്സിലായത് വൈറൽ ഫീവർ ആണ്. ആൾക്കൊരു വൈറൽ ഫീവർ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏതൊരു ഷൂട്ടിനിടയിൽ ഒരു അപകടവും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി അദ്ദേഹം വയ്യാതിരിക്കുന്ന സമയത്താണ് പ്രൊമോഷന് വേണ്ടി, തന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആരോഗ്യം എന്ന് കണക്കിലെടുക്കാതെ വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ആൾക്ക് എന്താ കൈയും കാലും വിറയ്ക്കാനൊക്കെ തുടങ്ങി. വലിയ രീതിയിൽ ഹെൽത്തി പ്രോബ്ലം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു അസുഖമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അതൊരു മണ്ടത്തരാണ്. ആളാ സിനിമക്ക് കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഒരു പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ നോക്കുള്ളൂ. അതാണ് സത്യാവസ്ഥ. എന്തായാലും ആ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ஆக்சுவலி இந்த படத்துல ஒரு இன்சிடென்ட் நடந்தது. ஐ தாட் ஐம் கான், மை கரியர் ஓவர் அப்படின்னு நினைச்சேன். ஏன்னா ஒரு சமர்சால்ட், இவர் என்ன சொன்னாலும் நான் கேட்பேன். ஒரு சமர்சால்ட் அடிச்சு ரிவர்ஸ்ல வரணும், நேரா போய் தலையை விட்டேன். தலை இவர் தலை பிடிச்சிக்கிட்டாரு. எல்லாரும் அப்படியே உக்காண்டாங்க, ஓவர் முடிஞ்சிச்சு கேரியர்னு. அதான் அவர் சொன்ன மாதிரி பக்கத்தில் அப்போலோ ஹாஸ்பிட்டல் கூட்டிட்டு போய் அது டாக்டர்ஸ் இல்லை, யூஆர் ஸ்ட்ராங் பிகாஸ் யூஆர் ஒர்க்கிங் அவுட். இல்லைன்னா இந்த இடம் அர்ஜுன் சாருக்கு, சரத்குமார் சாருக்கு, நிறைய பேருக்கு அடிபட்டிருக்கு. நான் அன்னைக்கு ஓவர் முடிஞ்சிச்சுன்னு நினைச்சேன். ഓക്കെ, ആ ഒരു സിനിമയുടെ ഷൂട്ടിനിടയിൽ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. ആ അപകടത്തിൽ അദ്ദേഹം തീർന്നു എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നെന്ന് പറഞ്ഞിട്ടുള്ളത്. മദഗതരാജ എന്ന സിനിമ സുന്ദർ സി സംവിധാനം ചെയ്ത ഈ ചിത്രം 2013 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സാമ്പത്തികവും നിയമപരവുമായ സങ്കീർണതകൾ കാരണം ഒരു ദശാബ്ദത്തോളം നീണ്ട കാലതാമസം നേരിട്ടു. 12 വർഷത്തെ കാലതാമസത്തിന് ശേഷം 2025 ജനുവരി 12 തിയേറ്ററുകളിൽ എത്തുവാൻ തീരുമാനിച്ച ഈ ഒരു സിനിമ ആ ഒരു കാരണം കൊണ്ടാണ്, അത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പ് സിനിമയ്ക്ക് ഉണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ആ ഒരു പ്രൊമോഷൻ മാറി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ വരുന്നത്. പക്ഷെ ആരോഗ്യനില വളരെ വഷളായിരുന്നു. തീരെ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കൈയൊക്കെ കിടന്ന് വിറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഇത് തോന്നും, എന്താ സംഭവിച്ചത് എന്നുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഭയവും കൂടി ഉണ്ട്. അങ്ങനെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ, ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ വൈറൽ ഫീവർ ആണ്. വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള നുണപ്രചരണങ്ങളൊന്നും നമ്മളും പ്രചരിപ്പിക്കേണ്ട. കൃത്യമായിട്ടുള്ള സത്യം ഇതാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ചികിത്സിച്ചാൽ മാറുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ഒന്നുമല്ല. എന്തായാലും സിനിമ വരട്ടെ. 13 റിലീസ് ചെയ്യേണ്ട സിനിമ 2025 വരെയൊക്കെ എത്തിയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടുനോക്കാം അല്ലേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.